എഡിഎം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന് വിജിലൻസ്. പ്രാഥമിക അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. മൊഴിക്കപ്പുറം തെളിവ് ഹാജരാക്കാൻ പരാതിക്കാരനായ പ്രശാന്തിന് കഴിഞ്ഞിട്ടില്ലെന്നും വിജിലൻസ് അടുത്തയാഴ്ച റിപ്പോർട്ട് നൽകും. ഷിത ജഗത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുക. ഷിത, പ്രാഥമികമായ അന്വേഷണത്തിൽ വിജിലൻസ് നവീൻ ബാബുവിന് ക്ലീൻ ചിറ്റ് നൽകുകയാണ്. കൈക്കൂലി വാങ്ങിയതിന് യാതൊരുവിധ തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണോ വിജിലൻസിന്റെ കണ്ടെത്തൽ? ദിവ്യ, വിജിലൻസ് കോഴിക്കോട് സ്പെഷ്യൽ സെൽ SP ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് TV പ്രശാന്ത് നവീൻ ബാബുവിന് കൈക്കൂലി നൽകി എന്നതിന് തെളിവില്ല എന്നുള്ളതാണ്. നൽകിയതിനോ വാങ്ങിയതിനോ തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ കണ്ടെത്തലിൽ, വിജിലൻസിന്റെ കണ്ടെത്തലിൽ ഉള്ളത്. പക്ഷേ പ്രശാന്ത് പറഞ്ഞ ചില കാര്യങ്ങളിൽ തെളിവുകളുണ്ട്. പ്രശാന്ത് സ്വർണം പണയം വെച്ചിരുന്നു, ആ പണമാണ് നൽകിയതെന്നാണ് പറഞ്ഞിരുന്നത്. ആ കാര്യത്തിൽ തെളിവുണ്ട്. അതിനൊപ്പം തന്നെ പള്ളിക്കുന്നുള്ള ADMന്റെ ക്വാർട്ടേഴ്സിലേക്ക് നവീൻ ബാബുവിന്റെ അടുത്തേക്ക് പ്രശാന്ത് എത്തുന്നതിനും തെളിവുണ്ട്. പക്ഷെ അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നറിയില്ല എന്നുള്ളതാണ് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ നേരത്തെ വന്ന ഈ CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചിട്ടാണ് അത്തരമൊരു കണ്ടെത്തലിലേക്ക് അവർ എത്തുകയും ചെയ്തിരിക്കുന്നത്. വിജിലൻസിന് പ്രശാന്ത് ബാബു നൽകിയ മൊഴിക്ക് അപ്പുറം യാതൊരു തെളിവും ഹാജരാക്കാൻ പ്രശാന്തിന് സാധിച്ചിട്ടില്ല. പ്രശാന്ത് പറഞ്ഞ കാര്യങ്ങളുടെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ വിജിലൻസിന് മുന്നിൽ പ്രശാന്ത് എത്തിക്കുകയും ചെയ്തിട്ടില്ല. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഇപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അടുത്ത ആഴ്ച ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. ദിവ്യ.